മനാഫാക്ക ആ സുരേ, നിങ്ങളെന്തിനാ ഇവിടെ ഇരിക്കുവാ? ഞാൻ ഒരാളെ കാത്തിരിക്കുന്നടേ. ആരാ? മറ്റേ ഹുമയൂണേ, നക്കി ഹുമയൂൺ. നക്കി നാറിയണമേ. എന്തിനൊരു വിഷയം ഉണ്ടാക്ക? ഇല്ല ഇല്ല, വിഷയമൊന്നും ഇല്ലടേ. ഈ സാധനം കൊടുക്കുക, പൈസ മേടിക്കുക. നമുക്ക് പയ്യന്മാരുണ്ട്. ഇല്ല പയ്യന്മാരെന്ന് വിളിക്കാതാ, അതിനുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. ഞാൻ കമ്പ്യൂട്ടറിൽ സാധനം കൊടുക്കാൻ ഇട്ടിരുന്നു, അത് മേടിക്കാൻ വേണ്ടി മറ്റേ ഹുമയൂൺ വരും. പിന്നെ നീ ഇന്ന് ഓട്ടോ എടുത്തില്ലടാ സുരേ? എന്തൊരു പറയാൻ കാക്ക, വണ്ടി വർക്ക്ഷോപ്പില് മറ്റേ ഷാജിയുടെ പമ്പിൽ കയറി പെട്രോൾ അടിച്ച് വണ്ടിയുടെ കാർബറേറ്ററും പുല്ലും എല്ലാം അടിച്ചു പോയി. അവനൊക്കെ ഗൾഫിൽ പോയി 4 പണം ഉണ്ടാക്കി വന്ന് പമ്പ് തുറന്നാൻ കിട്ടിയിരിക്കുക. ആഴ്ച നായയുടെ പോയി. ഏത് ഷാജിയായി? കാക്ക മറ്റേ ക്ലോസറ്റ് വാങ്ങിയ ഷാജിയെ നിങ്ങൾ അറിഞ്ഞൂടി? ഓ കക്കൂസുമായ ഷാജി. ഹുമയൂൺ പറഞ്ഞേട്ടാ, ഭയങ്കര കിടന്ന് പിശുക്കൊക്കെ വന്നു. നീ ഇവിടെ ഒന്ന് സംസാരിക്കണേ, കച്ചവടം ചെയ്യണം. ഞാൻ ഏറ്റു. ഓക്കെ. നീ എവിടെടേ ഹുമയൂണേ? ഞാൻ എപ്പോഴേ ഇവിടെ കിടന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നിന്റെ മാപ്പ് ലൊക്കേഷൻ കാണാനും ഇല്ല. ഭയങ്കര ട്രാഫിക് ആയിരുന്നു കാക്ക, അത് അതിന്റെ ഇടയിൽ കൂടെ ഒക്കെ നടന്നു വരണ്ടേ. എന്നാടേ ഹുമയൂണേ നിന്റെ സാധനം? ഇത് നിങ്ങൾ പറഞ്ഞ വിലക്ക് നടക്കൂലേക്ക, ഇത് എന്റെ തേമാനെ കൊണ്ടല്ലോ. നീ ഇതെന്തോന്ന് പറയണത്? ഇത് ഡോക്ടർ യൂസ് ചെയ്ത സാധനമാണ്. നീ ഒരു 300 രൂപ കൊടു. അതൊന്നും നടക്കൂലേക്ക, ഒരു 200 തരാം. ആന്തര ഹുമയൂണേ നടക്കാത്തത്? ഇയാളിട്ട ഫോട്ടോ ഉണ്ടല്ലേ നീ വന്നത്? ഇവിടെ ചുമ്മാ അല്ല, നമുക്കിവിടെ പയ്യന്മാരൊക്കെ ഉള്ള തന്നെ. കൊച്ചു പയ്യൻ, കുഴപ്പമില്ല, കാര്യം അറിയാം, മനസ്സിലാവും. എന്റെ സാഹചര്യം ഇതായോണ്ടാണ് ഹിമയൂണെ ഞാൻ ഇത് കൊടുക്കുന്ന. നിനക്കറിയാലോ സുരേ എന്റെ കാര്യങ്ങളൊക്കെ. അത് ശരി തന്നെ ഹുമയൂണേ. കാക്കയുടെ വീട്ടിൽ നീ പോയിട്ടുണ്ടാ? കാക്കയുടെ മക്കളെ ചെന്ന് കാണണം. ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ ചെരങ്ങും ചൊറിയൊക്കെ ആയിട്ട് കണ്ട പട്ടി വെള്ളം കുടിക്കില്ല. അതുപോലെ തന്നെ ഹുമയൂണെ, നീ കാക്കയുടെ ഭാര്യയെ കണ്ടിട്ടുണ്ടാ? ആ താത്തയൊക്കെ കീറിയ ഡ്രസ്സ് ഇട്ടോണ്ടാണ് ഇരിക്കണം. എന്നാലും ഞാൻ ചെന്നപ്പോ ഇവിടെ ഇത്രയും കീറിയ ഒരു ഡ്രസ്സ് ഇട്ടോണ്ടിരിക്കുന്നു. താത്തേര് ഇവിടെ എന്തിനാക്ക ഒരു പാട് ഇങ്ങനെ? ഞാൻ ആ കാലത്ത് ബീഡി വെച്ച് കുത്തിയത്. നീ എന്തൊക്കെയാണ് വിളിച്ച് പറയണത് സുരേ? പിന്നെ കാര്യങ്ങളൊക്കെ പറയണ്ടേക്ക. എടേ ഹുമയൂണെ, നിന്റെ ഉണ്ടെങ്കിൽ നീ 100 രൂപയുടെ കൊടു. കാക്കയുടെ സാഹചര്യമൊക്കെ അത്രയ്ക്ക് മോശമായിട്ടാണ് ഞാൻ ഈ പറയണത്. അമ്മക്കൂടെ പയ്യന്മാരൊക്കെ ഉള്ളേ. നിന്റെ ഉണ്ടെങ്കിൽ നീ കൊടു, അതൊരു വലിയ ജീവകാര്യ പ്രവർത്തനം. ഇതൊന്നും എനിക്ക് അറിഞ്ഞു വരുന്നതാക്ക, നിങ്ങളുണ്ട് രക്ഷപ്പെടി. 300 രൂപ തരാം. അങ്ങനെ ഇരിക്കണം. സുര വിചാരിച്ചപ്പോ 300 രൂപ ഒത്തില്ലേ? അമ്മ കൂടെ പയ്യന്മാരൊക്കെ ഉള്ള എന്നാക്ക, ഞാൻ പറഞ്ഞില്ലേ. കമ്മീഷൻ ഒന്നും വേണ്ടാക്ക, എനിക്ക് കമ്മീഷൻ തരാം. ഇവിടെ ആയിട്ടേക്കാൻ പറയൂ. അഴുക്ക വാവളം താ കിളവൻ. ഇന്നത്തെ കാലത്ത് ഒരുത്തന്നെ സഹായിക്കാൻ പാടില്ല. ഈ കിളവ ഇതിനിടയിൽ എപ്പോഴും കളരിയൊക്കെ പഠിച്ചത്. അമ്മ കൂടെ പയ്യന്മാരൊക്കെ ഉള്ളേന്ന്.